കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക മരവിപ്പിച്ചു. ഇനി SIR പേരുള്ളവർ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്താണ് SIR? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എങ്ങനെയാണ്? മരിച്ചുപോയ ആളുകൾ, സ്ഥിരമായി താമസം മാറിപ്പോയ ആളുകൾ, ഒന്നിലധികം സ്ഥലങ്ങളിൽ പേരുള്ള ആളുകൾ, ഇവരെയൊക്കെ ഒഴിവാക്കി വോട്ടർ പട്ടിക പുതുക്കുക. ഇതാണ് SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി SIR പേരുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയും? നമുക്കതിനെക്കുറിച്ച് നോക്കാം. 2002 വോട്ടർ പട്ടിക. 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ, അവരുടെ മക്കൾ, ബന്ധുക്കൾ, ഇവർക്കൊന്നും ഇനി പുതുതായി പേര് ചേർക്കേണ്ടതില്ല, രേഖകൾ കൊടുക്കേണ്ടതില്ല. അവർ BLOമാർ വീട്ടിൽ വരുമ്പോൾ അവിടെ ഒരു എന്യൂമറേഷൻ ഫോം കൊണ്ടുവരും. അത് ഒപ്പിട്ട് പൂരിപ്പിച്ച് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അവർ വോട്ടർ ലിസ്റ്റിൽ ഇടം നേടും. എന്നാൽ 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാണെങ്കിൽ അവർ എന്ത് ചെയ്യണം? രണ്ടാമത് വീണ്ടും വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കണം. അങ്ങനെ പേര് ചേർക്കണമെങ്കിൽ 3 രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മോട് പറയുന്നത്. ഒന്നാമതായി 1987 ജൂലൈ 1 മുൻപ് ജനിച്ച ആളുകൾ, അവർ പുതുതായി ചേർക്കുകയും വേണം. അതോടൊപ്പം തന്നെ അവർ ജനന തീയതി, ജനിച്ച സ്ഥലം ഇവ തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം കൊടുക്കുകയും വേണം. എന്നാലാ വോട്ടർ ലിസ്റ്റിൽ പേര് വരികയുള്ളൂ. രണ്ടാമത് 1987 ജൂലൈ 1 2004 ഡിസംബർ 1 ഇടയിൽ ജനിച്ച ആളുകൾ, ഇവർക്ക് പുതിയ അപേക്ഷ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ജനന തീയതി, അതുപോലെ ജനിച്ച സ്ഥലം ഇവ തെളിയിക്കുന്ന രേഖ കൊടുക്കണം. പിന്നെ അവരുടെ മാതാവോ പിതാവോ രണ്ടിൽ ഒരാൾ അവരുടെ ജനന തീയതി, ജനിച്ച സ്ഥലം തെളിയിക്കുന്ന രേഖ അതോടൊപ്പം കൊടുക്കണം. എന്നാലാണ് വോട്ട് ചെയ്യാൻ അവർക്ക് കഴിയുകയുള്ളൂ. മൂന്നാമതായി പറയുന്നത് 2004 ഡിസംബർ 1 ശേഷം ജനിച്ച ആളുകൾ, അവർ ജനിച്ച സ്ഥലവും ജനന തീയതിയും തെളിയിക്കുന്ന രേഖയും അവരുടെ മാതാവോ പിതാവോ ജനിച്ച ജനന തീയതിയും ജനിച്ച സ്ഥലവും രേഖയായി കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം മാതാവോ പിതാവോ ഇന്ത്യക്കാരനല്ല എങ്കിൽ അപ്പോഴുള്ള ജനിച്ച സമയത്തുള്ള വിസടിച്ച പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കൽ നിർബന്ധമാണ്. ഈ രീതിയിലാണ് SIRൻ്റെ പ്രവർത്തനം നടക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ എന്താ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരോട്, നമുക്ക് ഇനി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതിനുവേണ്ടി ഒരുപാട് ഓടി നടക്കേണ്ടി വരും. അതിന് രേഖകളൊക്കെ എടുത്തു വെച്ച് BLOമാർ വീട്ടിലേക്ക് വരുമ്പോൾ അതൊക്കെ സൈൻ ചെയ്ത് പൂരിപ്പിച്ച് സൈൻ ചെയ്ത് രേഖകളൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും വോട്ടർ ലിസ്റ്റിൽ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം.